ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി ആണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുവാണ്. ആര് EP ജയരാജൻ നമ്മളോട് ചോദിക്കുക, രാജീവ് ചന്ദ്രശേഖരനോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ ഇതിൽ ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇത് തന്നെയാണ് പണ്ട് 2 കോടി രൂപ സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് ദേശാഭിമാനിയുടെ മാനേജറായിട്ടിരിക്കുമ്പോൾ അത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരു പിടിയില്ലാത്ത രീതിയിൽ സംസാരിക്കുകയും അവസാനം അത് തിരിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തു. ഞാൻ പിന്നെ അദ്ദേഹം ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പറയാനും ഞാൻ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങി അപ്പത്തൊട്ട് നിരവധി CPM നേതാക്കളും പ്രവർത്തകരും ഒക്കെ എനിക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഈ സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചതും ലിസ് വിവാദവും VS അച്യുതാനന്ദൻ ഷെയ്ഡി ക്യാരക്ടർ എന്ന് പറയുന്ന ബിസിനസ്സുകാരനായിട്ടുള്ള ബന്ധവും മറ്റേ ദേശാഭിമാനിക്ക് പരസ്യം മേടിച്ച കാര്യവും ഏറ്റവും അവസാനം ചിറ്റപ്പന്റെ റോൾ എടുത്തത് ഉൾപ്പെടെയുള്ള ഒരു ഡസനോളം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഈ സബ്ജക്ട് പോകാൻ പാടില്ലല്ലോ. അപ്പൊ ആ സബ്ജക്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്റെ വിശ്വാസ്യത ഞാൻ ഒന്നുകൂടി അത് തെളിയിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം, അതായത് കേരളത്തിലെ സമുന്നതനായ CPM നേതാവും സമുന്നതനായ BJP നേതാവും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചതിലുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു. ഇതാണ് ബന്ധം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വേറെ കാര്യം പുറത്തു വന്നു. ഇന്നലെ ഇൻകം ടാക്സിന്റെ ഡയറക്ടർ ജനറൽ ഒരു പ്രസ്താവന പറഞ്ഞു. എന്താ പറഞ്ഞത്? കൊച്ചിയിൽ വെച്ച് പറഞ്ഞത് കുഴൽപ്പണ കേസ്, കൊടകര കുഴൽപ്പണ കേസ്, കേരളത്തിലെ BJP നേതൃത്വം ഉൾപ്പെട്ടിട്ടുള്ള കേസ്. ആ കേസിലെ പണം ഇൻകം ടാക്സിനെ ഏൽപ്പിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇൻകം ടാക്സിനെയാണ് അത് ഏൽപ്പിക്കേണ്ടത്. അത് ഏൽപ്പിച്ചിട്ടില്ല. എവിടെ അതിന്റെ അന്വേഷണം? അതിന്റെ അന്വേഷണം എവിടെ? അതിൽ ഒരു BJP പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രതി ചേർത്തില്ല. ഒരു നേതാക്കളെയും പ്രതി ചേർത്തില്ല. ആ നേതാക്കളുമായി ഈ പണം കൊണ്ടുവന്ന ആളുകൾ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ ഫോണിലെ തെളിവുകളുണ്ട്. BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി നേരിട്ട് സംസാരിച്ചതിന്റെ തെളിവുകൾ കുഴൽപ്പണ കേസിലുണ്ട്. ഒറ്റ BJP നേതാവിനെയും പ്രതിയാക്കിയില്ല. ഇവർ തമ്മിലുള്ള ബന്ധമാണ്, അവിശുദ്ധ ബാന്ധവമാണ്. അപ്പൊ കുഴൽപ്പണ കേസ് ഒതുക്കി തീർത്ത് SNC ലാവ്ലിൻ കേസും സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും കരുവന്നൂർ കേസും മാസപ്പടി കേസും എല്ലാം ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്പരമുള്ള സഹായ സഹകരണ സംഘമാണ് ഇവർ. അതാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത്. ഇവർ തമ്മിലുള്ള അവിശുദ്ധമായ ബാന്ധവം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യുമായി അവിശുദ്ധമായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാര? RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ചുമതലയുണ്ടായിരുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ടായിരുന്ന ബാലശങ്കർ. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ഇപ്പോഴും തുടരുന്നു. ഈ പാർലമെന്റ് ഇലക്ഷനിലും കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി, UDF-നെ ദുർബലപ്പെടുത്തി, കോൺഗ്രസിന്റെ എണ്ണം കുറച്ച് BJP-ക്ക് സ്പേസ് ഉണ്ടാക്കി BJP-യുടെ എണ്ണം കൂട്ടാനും BJP നേതാക്കളെ സന്തോഷിപ്പിക്കാനുമാണ് പിണറായി വിജയനും കൂട്ടരും ശ്രമിക്കുന്നത്. ഇവിടെ ഒരു BJP നേതാവ്, കർണാടകയിലെ BJP നേതാവ് കേരളത്തെ അപമാനിച്ചു, തമിഴ്നാടിനെയും അപമാനിച്ചു. അവർ തമിഴ്നാടിനോട് മാപ്പ് പറഞ്ഞു, കേരളത്തോട് മാപ്പ് പറഞ്ഞിട്ടില്ല. അപ്പൊ കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് നാണമില്ലേ? കേരളത്തെയല്ലേ അപമാനിച്ചു? ഒരു സംസ്ഥാനത്തെയല്ലേ ഒരു സമുന്നതയായ ഒരു BJP നേതാവ്, വനിതാ നേതാവ് കർണാടകത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ അപമാനിച്ചിട്ട് അവരോട് ആ പ്രസ്താവന പിൻവലിക്കണം, കേരളത്തോട് മാപ്പ് പറയണം എന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരു BJP നേതാവും കേരളത്തിലില്ലേ? ദേശീയ നേതാക്കൾ ആരും ഇല്ലേ? എത്ര അധിക്ഷേപകരമായിട്ടാണ് അവർ സംസാരിച്ചത്. അവർ ആ പ്രസ്താവന പിൻവലിച്ച് ഈ സംസ്ഥാനത്തോടും ജനങ്ങളോടും മാപ്പ് പറയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.